ഇത് D40 ഒരു സബ്-വൂഫറാണ്. ആകെ നിറച്ച് ഉറുമ്പാണ്. ഓടുന്നത് കാണാമല്ലോ അല്ലേ. സെറ്റ് നിറച്ച് ഉറുമ്പാണ്. പിന്നെ ഇതിനകത്ത് എന്തോ കിടന്ന് കിലുങ്ങുന്നുണ്ട്, കണ്ടോ. സെറ്റ് ഓൺ ആവുന്നില്ല. ഓണായിട്ട് ഒരാഴ്ച ആയെന്നാണ് പറഞ്ഞത്. അഡാപ്റ്റർ പൊട്ടിയതാണ്. പൊട്ടിക്കാൻ നോക്കിയതായിരിക്കും. ആരുടെയും കൈ കൊടുത്തില്ലെന്നൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞത്. താഴെ വല്ലതും പോയതാണോ എന്ന് അറിയത്തില്ല. ആയാലും പൊട്ടിയ നിറച്ച് ഉറുമ്പാണ്. ഉറുമ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉറുമ്പിൻ്റെ ആസിഡ് പറ്റി ബോർഡും മൊത്തം പോവും. അയ്യോ, തുറക്കട്ടെ. ഉറുമ്പിന്റെ കൂടാണ്. ബോർഡ് മുഴുവൻ ഉറുമ്പ് കയറി. ഉറുമ്പ് മുട്ടയിട്ട് കൂട് കെട്ടി നിറച്ചു ഇരിക്കുകയാണ്. മെയിൻ ബോർഡിന്റെ ഇത് കണ്ടോ, ഇതിലെല്ലാം കൂട് കെട്ടിയേക്കുവാണ്. അതിന്റെ അടിയിൽ മുട്ട കണ്ടോ ഇവിടെ മുഴുവൻ. നല്ല അകത്തി കാണില്ല, അപ്പൊ നല്ലതായിട്ട് മനസ്സിലാവും. അങ്ങനെ പിടിക്കാതെ നേരെ വീഡിയോ ആയിട്ട് പിടിക്കും. അങ്ങനെ പിടിക്കും. ഇതുണ്ട്, മൊത്തം മുട്ട. ഇത് കണ്ടോ, കണ്ടല്ലോ. ഉറുമ്പ് മുട്ടയിട്ട് കൂട് കെട്ടി. ഇത് കണ്ടോ, മുട്ട ഷോർട്ടായി പോയതാ. മൊത്തം ഉറുമ്പും കൂടാണ്. നമ്മൾ തുറക്കുമ്പം തൊട്ട് വീഡിയോ കാണിക്കുന്നത് എല്ലാവർക്കും കണ്ടു ബോധ്യപ്പെടാനാണ്. വീട്ടിൽ സെറ്റ് ഇരിക്കുമ്പോൾ ഉറുമ്പൊക്കെ അടുത്തോടെ വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഉറുമ്പ് കയറിയാൽ ആ ബോർഡെല്ലാം പോകും. പിന്നെ വർക്ക് ആകുകയില്ല. പുതിയ ബോർഡ് വെക്കേണ്ട വരും. ഇതിൻ്റെ ആസിഡ് പറ്റി ബോർഡും അതിലെ IC മൊത്തം ദ്രവിച്ചു പോകും. പുറത്ത് കൊണ്ടതിന് അടിച്ചു കളയാനല്ലേ. ഇവിടെ മുഴുവൻ ആവും. ഇതിൻ്റെ മുട്ടയെല്ലാം കൂടെ എല്ലാം കൊന്നു. അപ്പോൾ പുറത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യൂ. ഇതെല്ലാം ഊരിയെടുക്കുവാണ്. ഊരിയെടുത്തതിന് ശേഷം മുട്ടയെല്ലാം നശിപ്പിച്ച് കളയണം. ചെല്ലാം അവിടെ ചടിക്കാതെ. ഒന്നിട്ടും അകത്തൊന്നും ഉറുമ്പ് ചാടി വരുന്നുണ്ട്. ഇതിലെ ഒക്കെയോ ഉള്ള സ്ക്രൂവിൻ്റെ തുളയെ കൂടി എല്ലാം ഉറുമ്പ് ചാടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാറ്റി വേണമെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്യാം ഈ ഉറുമ്പെല്ലാം നശിച്ചു പോകാൻ. ഇത് മുഴുവൻ ഉറുമ്പ്. ഇതിനകത്തുനിന്ന് വീണ്ടും ഉറുമ്പ് ഇറങ്ങും. അയ്യോ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉറുമ്പ് കയറിയ ഒരു സെറ്റ് എടുത്തു വെച്ചായിരുന്നു, D40. അപ്പോൾ നമ്മൾ വേറെ ബോർഡ് എടുത്തിട്ടപ്പോൾ അത് വർക്കായി. ഈ ബോർഡിലൊക്കെ ശരിക്കും ഉറുമ്പ് കയറി കഴിഞ്ഞാൽ ഈ ഉറുമ്പിനൊരു മുട്ടയുണ്ട്. ഈ മുട്ട ആ ബോർഡ് വീണ്ടും ബോർഡ് ദ്രവിച്ചു പോകും. ഇപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്തെടുത്താൽ പോലും പിന്നെ അത് അധികം നാൾ ഓടിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വരുന്ന കേസുകളിൽ ബോർഡ് ഫുള്ള് മാറുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ മാറി ഇത് തിരിച്ച് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ
വിലപിടിപ്പുള്ള സാധനങ്ങളിലൊക്കെ ഉറുമ്പ് കയറാതെ നോക്കുക. കടിയന് ഒരു കറുത്ത ഉറുമ്പാണ്, അതിൻ്റെ മുട്ടയ്ക്കകത്ത് ആസിഡ് പോലത്തെ സാധനമാണ്. അത് നമ്മുടെ കയ്യെ പറ്റിയാൽ പോലും നമുക്ക് ചൊറിയും, അത്ര ഭയങ്കരമായ ഒരു സാധനമാണ്. ആൾക്കാർ പറയും ആ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, കാശ് കിട്ടുമെന്നൊക്കെ പറയും. അത് വെറുതെ, കാശ് പോവുള്ളൂ. ഇത് കയറുന്ന സാധനം കേടായിപ്പോയി കാശ് പോവും. കാശ് കിട്ടും ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക്, മെക്കാനിക്കുകൾക്ക് കാശ് കിട്ടും ഉറുമ്പ് കയറിയ, അല്ലാതെ വീട്ടുടമസ്ഥന് കാശൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കത് പാക്ക് ചെയ്തേക്കാം. ബ്ലൂടൂത്തും പെൻഡ്രൈവും എല്ലാം കൂടെ വർക്ക് ചെയ്യുന്ന ബോർഡ്. പിന്നെ ഇത് അതിൻ്റെ ഒരു ഫങ്ഷൻ ചെയ്യുന്ന ബോർഡ്. ഒരു മാർക്കർ ഇങ്ങനെ അന്നേരം നമ്മുടെ ബോർഡിന് ഡേറ്റ് ഇട്ടേക്കാം. ഇന്നത്രയാണ് ഡേറ്റ്? 25 അല്ലേ? 25 25/7/25. ഇടാൻ രസമുണ്ട്, അതുകൊണ്ടാണ് 25/7/25 ഇടാനേ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്ക്രൂ എല്ലാം ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇച്ചിരി വേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഊഫറൊക്കെ ഒന്ന് തുടച്ചേക്കാം. ഷൂ അഴിച്ചെടുത്തൊരു പാത്രത്തിട്ട് ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് ഈ ഒരു മെറ്റൽ ബോൾ. പിടിച്ചില്ല? ഇതാണ് മെറ്റൽ, ഇത് മെറ്റൽ ബോൾ. ഉണ്ടയാണോ? ഉണ്ടയാകാം, വെടിയുണ്ടാന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ് വെടിയുണ്ട ഇരിക്കുന്ന. ഈ വലിയ ബോർഡ് 4 സ്ക്രൂ ഉണ്ട്, മറ്റേ ബോർഡ് 3 സ്ക്രൂ ഉണ്ട്. എല്ലാം കൃത്യമായിട്ടിടണം. ഇതേന്ന് ഊരുന്ന സ്ക്രൂ തന്നെ ഇതേലും ഇടണം. അതൊരു ചെറിയ സൈസ് സ്ക്രൂ ആണ്. വേറെ സ്ക്രൂ എല്ലാം ഇടാമെന്നൊന്നും ആരും വിചാരിച്ചിരിക്കരുത്. പൊക്കം വിടരുത്. സാധാരണ കാണിക്കുന്ന പോലെ സ്ക്രൂ എല്ലാം പൊക്കം വിട്ടിട്ട് അവസാനം ഇടാൻ നേരം കിടന്ന് ഓടരുത്. അത് കൃത്യമായിട്ട് വെച്ച് കൃത്യമായിട്ട് ചെയ്യണം. സ്വിച്ചുകളൊക്കെ ആ ബോർഡേലായതുകൊണ്ട് അതെല്ലാം വർക്കാകണേ, കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. പിന്നെ നോക്കട്ടെ, ഓക്കെ. പിന്നെ അടുത്ത ബോർഡ് ഡിസ്പ്ലേ ബോർഡ്. അതിന് 3 സ്ക്രൂ ആണുള്ളത്. വെടിയുണ്ട ചേട്ടന് എടുത്തു വെച്ചു. കാശ് കൊടുക്കാതെ വെടിയുണ്ട കിട്ടി. ഒരു സ്ക്രൂ കൂടെ ഞാൻ തന്നിട്ട് ഉണ്ട കൊണ്ടുപോകും. സ്ക്രൂ എനിക്ക് വേണം. വെടിയുണ്ട അതിനകത്ത് കിട്ടിയത്. പട്ടാളക്കാരനാണോ എന്നറിയില്ല. വെടിയുണ്ട പട്ടാളക്കാർക്ക് മാത്രമല്ല, നായാട്ടിന് പോകുന്നവർക്കും വെടിയുണ്ടുണ്ട്, നായാട്ടുകാർക്കും വെടിയുണ്ടുണ്ട്. മനസ്സിലായില്ലേ? ഉണ്ട്. പട്ടാളക്കാരുടെ ഇത് കൊണ്ട് കുഞ്ഞു വെടിയുണ്ടാണോ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? പട്ടാളക്കാരുടെ അപ്പോൾ ഇത് പട്ടാളക്കാരാണെന്ന് ചോദിച്ചേ കേട്ട. ഇതൊരു എയർ പിസ്റ്റലിനെ കണ്ട് വെടിയുണ്ടല്ലേ അത്? കുഞ്ഞു പിള്ളേർ കളിക്കുന്ന പട്ടാളക്കാരുടെ വെടിയുണ്ടുകൊണ്ട് പാകിസ്ഥാൻ്റെ വെടിവെക്കാനുള്ള ഉണ്ടല്ലേ. ഓണാക്കി നോക്കാം. ഒരു സ്പീക്കറും കൂടെ ഞാൻ എടുത്തേട്ടാ. USB തന്നെ എടുത്തു.
അത് കുത്തിയിരിക്കുകയാണെങ്കിൽ ലോക്ക് നോക്കി അഴിച്ചെടുക്കണേ. ലോക്ക് താത്തിട്ട ഊരാവുള്ളൂ അതിൻ്റെ പുറകെ. അപ്പോൾ USB റെഡിയായി. ഇനി ബ്ലൂടൂത്തൂടെ നോക്കണം. ഇനിയും വടി കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇവിടെ ഒരു സ്പീക്കർ, ഒരു സ്പീക്കർ, 2 സ്പീക്കർ, 3 സ്പീക്കർ, 4 സ്പീക്കർ. 4 സ്പീക്കർ വർക്കിംഗ് ആണ്. ഇല്ല, അത് പെൻഡ്രൈവ് മുട്ടുകയാണെന്ന് തോന്നുന്നു. ഉണ്ടായിട്ടെന്ന് തോന്നുന്നു. ഇനി ബ്ലൂടൂത്ത്. ഇത് ബ്ലൂടൂത്തിലേക്ക് മാറ്റാം. ബ്ലൂടൂത്ത് നമ്മുടെ സ്പീക്കർ വേണമെന്നില്ല. ബ്ലൂടൂത്ത് കിട്ടുമെന്ന് നോക്കിയാൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. D40 വന്നു. കണക്റ്റഡായി. ഇനി ഇതിൻ്റെ റിമോട്ട് എന്ത് സെറ്റിൻ്റെ റിമോട്ട് ഉണ്ടായിരുന്നോ? അപ്പോൾ ഇവിടെ നമുക്കൊരു റിമോട്ട് ഉണ്ടായിരുന്നില്ലേ ഇതിൻ്റെ? സ്പീക്കർ എടുത്തോണ്ട് നിർത്തിക്ക്. പെട്രോൾ ഡീസലോ തിന്നർ ഇതിലെ ഇച്ചിരി തിന്നർ ഒഴിച്ച് ചേട്ടാ. ഒരു ഇച്ചിരി തിന്നർ എടുത്തിട്ട് ഇവിടെ എങ്ങും വീഴിക്കാതെ ഇതിനകത്തൂടെ ഒഴിക്കും. ഇതെല്ലാം എടുത്ത് ഇവിടെ കുളം തോണ്ടി പുറത്ത് വെക്കും. ഇതെല്ലാം ഈ പഴക്കം കൊണ്ടേ ക്ലാവെല്ലാം കയറി അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആകുന്ന പഴയ ലെഡെല്ലാം എടുത്ത് കളയണം. കളഞ്ഞ് ചെയ്താൽ കുറച്ച് നാൾ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. എന്നാലും ഒരു ട്രൈയിങ് ആണ്. അപ്പം ഇതിൻ്റെ പഴക്കമാണ് ഇതിൻ്റെ പ്രശ്നം. ഇതൊക്കെ ഒത്തിരി വർഷമായത്, 5-8 വർഷത്തിന് മേളിൽ ആയിട്ടുണ്ട് ഈ പവർ സപ്ലൈ ഒക്കെ. ഷീൽഡിങ് ആണ്. ഷീൽഡ് ഇച്ചിരി തന്നെ കേട്ടോ. ക്ലാവ് പിടിച്ചിടത്തൊക്കെ പുതിയ ലെഡ് ഇട്ട് കൊടുത്ത് പഴയ ലെഡൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ കുറച്ച് നാൾ വർക്ക് ചെയ്യും. പിന്നെ അടുത്ത ഭാഗം പിന്നെ ക്ലാവ് ആവുമല്ലോ. ശരിക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പുതിയ പവർ സപ്ലൈ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. നല്ല ഒറിജിനൽ പവർ സപ്ലൈ കൊടുക്കുക, വിഷയം തീരും. പിന്നെ ഇതും നല്ല സാധനമാണ്. പിന്നെ ചെറിയ ഡാമേജ് ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കുന്ന കുഴപ്പമില്ല. നമുക്ക് അത്രയും പൈസ ലാഭമുണ്ടല്ലോ. നമുക്ക് നോക്കാം വോൾട്ടേജ് ഉണ്ടോയെന്ന്. ഫോൺ എടുത്ത് വെച്ച്
ഹലോ 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 ആരാണ്? അണിമലയാണോ എന്ന് ചോദിച്ചു കേട്ടില്ലേ? പിന്നെ എവിടെ നിന്നാണോ ഡ്രൈവ്?
പിന്നെ അടുത്തത് ഇവൻ. നോയ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ ഇത്. അതാണ്. ഓക്കെ. അവിടെയും ഇവിടെയും വിശദമായിട്ട് കയറ്റി വെക്കണം. വെട്ടുണ്ട് ഇവിടെ. അതിനത് കറക്റ്റ് ഇറങ്ങണം, എങ്കിൽ മാത്രമേ ഇത് അടയിക്കാൻ പറ്റുള്ളൂ നമുക്ക്. കറക്റ്റ് ഇറക്കിയതിന് ശേഷം അടുത്ത സാധനം വെച്ച് നമ്മൾ ഇറക്കുന്നു. തിന്നറും ഇതൊക്കെ ഒട്ടിച്ചാൽ ഇങ്ങനെ പൊളിഞ്ഞു വരുമെന്ന് ഏതോ വിവരദോഷി പറഞ്ഞ് കേട്ട് ഞാൻ തിന്നത് ഒഴിച്ചതാണ്. അവിടെ അത്രയും പാടായി മിച്ചം. ഞാൻ പൊട്ടിക്കുന്ന എൻ്റെ രീതിയിൽ പൊട്ടിച്ചിരുന്ന അവിടെ തുറന്നു പോലും അറിയാമായിരുന്നു. അതാണ് ഒരുത്തനും പറയുന്ന കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ സത്യം പറയുള്ളൂ. എല്ലാവരും എന്താണ് പറയുന്നത്. എടുത്തോളൂ ചേട്ടാ, എടുക്ക ഹലോ വെക്ക്. ഹലോ. ആ ഓക്കെ, അവർ വന്നിട്ടുണ്ടോ? ഇതാ കൊറിയർ ഉണ്ടെന്നായിരിക്കും. കൊറിയർ എവിടെ താഴെ ഉണ്ടോ നിങ്ങൾ? കാരണം പശ ഒട്ടിക്കുന്നത് പിന്നെ ഒന്ന് തുറക്കണതിലെല്ലാം വലിയ പാടാണ്. നമുക്കൊരു നല്ല സെലോ ടൈപ്പ് അങ്ങ് ചുറ്റി വിട്ടാൽ അവിടെ അനങ്ങാതിരുന്നോളും ചേട്ടൻ. പിന്നെ നമുക്ക് നാളെ അഴിക്കണതിലും എളുപ്പമുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചതൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ നേരത്തെ ആരോ പൊട്ടിക്കാൻ ശ്രമിച്ച് പൊട്ടിച്ചതാണ്. പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇന്നും ഒരെണ്ണം പൊട്ടിയിട്ടില്ല. നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇത് ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ ഞാനിത് പൊട്ടിയിരിക്കുന്ന കാണിച്ചതാണ്. ഇത് ഈ കംപ്ലൈൻ്റ് ആയിരിക്കും ചിലപ്പോൾ ആദ്യം ഇതിനുണ്ടായത്. അത് കഴിഞ്ഞ് അത് ഇട്ട് വലിപ്പിച്ച് പിന്നെ ഉറുമ്പൂടെ കയറി ഉറുമ്പ് പണി തന്നപ്പം ബോർഡിനും കംപ്ലൈൻ്റ് ആയി. ഇതായിരിക്കും റിയൽ ഫസ്റ്റ് കംപ്ലൈൻറ്റ്. ഈ അഡാപ്റ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതോടെ നോക്കിയിട്ട് വീഡിയോ ക്ലോസ് ചെയ്യാം. ഈ അഡാപ്റ്റർ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വിട്ടു, ഇപ്പോൾ വർക്കിംഗ് ആയെങ്കിലും ഇനിയൊരു കംപ്ലൈൻറ്റ് വന്നാൽ ഈ അഡാപ്റ്റർ സർവീസ് ചെയ്യാൻ ശ്രമിക്കാതെ പുതിയ അഡാപ്റ്റർ മേടിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ റേറ്റ് കുറഞ്ഞിരിക്കാൻ വേണ്ടി കസ്റ്റമറുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ അഡാപ്റ്ററുകളൊക്കെ നമ്മൾ നന്നാക്കുന്നത്. നന്നാക്കി കഴിഞ്ഞിട്ട് ഇനി ഉടനെ പോയി കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത്. ശരിക്കും ഇത് നന്നാക്കാൻ പാടില്ല, പുതിയത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നന്നാക്കുന്നത് മാത്രം. അങ്ങനെ നമ്മുടെ ഉറുമ്പ് കയറി നശിച്ച D40 വർക്ക് മുഴുവൻ തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോർഡിനും നമുക്ക് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ പവർ സപ്ലൈക്കും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു.
അതെല്ലാം റെക്ടിഫൈ ചെയ്ത് എല്ലാ വർക്കും തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ വെക്കുന്ന സെറ്റുകൾ ഉറുമ്പ് കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറുമ്പകത്ത് കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ ഇതുപോലെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമ്പോഴെല്ലാം ഓരോ ലൈക്ക് അടിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഹൈപ്പ്. അത് സൈഡിൽ നമ്മൾ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അന്നേരം ഹൈപ്പ് പൊങ്ങി വരും. ഈ ഹൈപ്പിന് നമ്മളൊരു പ്രൊട്ടക്ഷൻ ഒന്ന് ഞെക്കി വിടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഹൈപ്പായിട്ട് നിൽക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കൊണ്ട് ടിഷ്യൂ കുത്തി നോക്കാം വർക്കാവുമെന്ന്. പിന്നെ ഇതും കൊടുത്തേക്കാം, കസ്റ്റമറെ വിളിച്ചേക്ക് ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെടുത്ത് അഡാപ്റ്റർ എടുത്ത് കേട്ടാ, അഡാപ്റ്റർ വരാം.